എമ്പാടെ പുണ്യാളെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2024 ഇന്നത്തോടെ തീരുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വർഷത്തെ ചെയ്ത വർക്കുകൾ പല സ്ഥലങ്ങളിലാണ്, വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് 23-നെ അപേക്ഷിച്ച് 24-ൽ ഞാൻ ഒരുപാട് വർക്കുകൾ പുറത്തേക്ക് വൈഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആൾക്കാരെ പ്രശംസ കിട്ടിയതും അതുപോലെ ആൾക്കാർ കണ്ടതുമായിട്ടുള്ള ഒരു ലോങ് വീഡിയോയിലൊരു വർക്കാണ് ഈ പെരുമ്പാമ്പിൻ്റെ വർക്ക്. ഇത് ഈ വർഷത്തോടുകൂടി പരിപാടി തീരുകയാണ്. നമ്മൾ അടുത്ത വർഷം ഇത് പൊളിച്ചിട്ട് വേറെ വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ കുറച്ചുകൂടെ നല്ല വലിയ വലിയ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് പറയാൻ പറ്റുന്നത്. ഒരിക്കലും നമ്മുടെ ഒരു പ്ലാനിലുള്ള കാര്യങ്ങളായിരുന്നില്ല ഇങ്ങനെയുള്ള വർക്കുകളിലോട്ടൊക്കെ എത്തുക എന്നുള്ള സാധനം. അത് നമുക്ക് സാധിക്കാൻ പറ്റിയത് 2024 പിന്നെ 2024 ഒരു 10 മാസമാണ് റീസെൻ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ളൂ. 2 മാസത്തിൽ എൻ്റെ കൈക്ക് പരിക്ക് പറ്റി, അങ്ങനെ പോയി. മൊത്തത്തിലൊരു റൗണ്ടപ്പാണിത്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ബാക്കി എൻ്റെ ചാനലിൽ വർക്കുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാവരും കയറി കാണുക. കുറച്ചുകൂടെ ഇനി നല്ല രീതിയിൽ നല്ല ഫിനിഷായിട്ട് വർക്കുകൾ കൂടുതലും ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വർക്കുകളിലേക്ക് പോകാം. ഈ വർഷം ചെയ്തതിൽ ഒരു അടിപൊളി ഒരു വർക്കാണ്. സിമെൻറ്റ് സ്കൾപ്ചറായിരുന്നു. മൂങ്ങേനെ ചെയ്തേക്കണതാണ്. ഇതും നല്ല രീതിയിൽ വന്നായിരുന്നു. കണ്ടോ ഹൈറ്റ് കണ്ടോ അതിൻ്റെ? ഇവിടെ പുല്ലൊക്കെ കാടൊക്കെ കയറിയത് കാണാൻ പറ്റത്തില്ല. നമ്മളിതുപോലെ ചെയ്ത ചെറിയൊരു വർക്കായിരുന്നു അത്. കണ്ടോ കുടുക്ക ചിരട്ടയാണ്, ഇച്ചിരി പൂപ്പൽ കയറിയിട്ടുണ്ട്. കണ്ടോ ചെറിയ ചെറിയ സ്മോൾ വർക്കുകളായിരുന്നു ഇതൊക്കെ. ഇത് സ്മോൾ വർക്കാണ്. ഇനി അടുത്തിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ചെയ്തതിലൊരു വലിയ വർക്കാണ് ഈ കാണുന്നത്. പെരുമ്പാമ്പ് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ചെയ്തായിരുന്നു. 2 ദിവസം ഉണ്ടെങ്കിൽ പൂർത്തിയാകുമായിരുന്നു. അതിനാണ് കൈക്ക് പരിക്ക് പറ്റിയത്. അങ്ങനെ ഈ വർഷമാണ് അങ്ങനെ നമ്മൾ ഒക്ടോബർ നവംബറിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു വർക്കുകൾ. ചെറിയ പെയിൻറ്റിങ്സൊക്കെ ആയിരുന്നു. പെയിൻറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കൂടത്തിൽ തീരണ്ടായിരുന്നു. ഇപ്പം മുഴുവൻ പുല്ല് മുളച്ചിട്ടോ. ഒരുപാട് മണ്ണിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, പെട്ടെന്ന് സാധനത്തിന് നിൽക്കത്തില്ല, വിണ്ട് കയറിയൊക്കെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ മൂടിയിട്ട് ഇത് ചെയ്യാമെന്ന് പറയുന്നത്, ഇത് എന്ന് മൂടിയിടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തൊരു വർക്കാണ്. അത് ഒരുപാട് ആളുകളൊന്നും കണ്ടൊന്നുമില്ല, എങ്കിലും എനിക്കൊരു ഫേവററ്റ് ഒരു വർക്കുകളിലൊന്നാണ്. വലിയ വർക്കല്ലേ, അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കും കൂടിയാണ്. അങ്ങനെ ഇത് ഈ വർഷം ആദ്യം ചെയ്ത വർക്കാട്ടോ, ഫസ്റ്റ് ചെയ്ത വർക്കായത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലേ പ്രിപ്പയർ ചെയ്യണ കൂട്ടത്തിൽ ചെയ്തൊരു വർക്കായിരുന്നു ഇത്. ഇതൊരു മെഴുകുതിരി സ്റ്റാൻഡാണ്, പക്ഷേ ഇത് അടി വിട്ടു പോകുന്നുട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ബേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചട്ടിയൊക്കെ കാണാൻ പോലെ ചൂട പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനൊരു ചെറിയൊരു നല്ലൊരു പണിയുണ്ട്. അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കായിരുന്നു ഇത്. പക്ഷേ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്തില്ല അന്നേരത്തെ ഒരു സാധനം ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ എൻ്റെ കൈയൊക്കെ പരിക്കുപറ്റി ചെയ്യുന്ന സമയത്ത് സ്കൾപ്ചർ വർക്കൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് പെയിൻറ്റിങ്ങാണിത്. പണി സിനിമ ഇറങ്ങിയിട്ട് ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ട് ചെയ്ത ഫസ്റ്റ് വാൾ പെയിൻറ്റിങ് വർക്കാണ്. ഞാൻ ഇനി വലിയ വലിയ വാൾ പെയിൻറ്റിങ് ഈ വർഷം വരുന്ന വർഷം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്പ് കിട്ടിയൊരു വർക്കും കൂടിയാണ്. പക്ഷേ ഇത് ഇവിടെ എന്ന് വെച്ചാൽ വെള്ളം വീണിട്ട് മുഴുവൻ ഇങ്ങനെ ഇറങ്ങി പാഴ് പിടിച്ച് മൊത്തം പോയി. ഇനി അടുത്ത റീകോട്ട് അടിച്ച് അടുത്ത് പെയിൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിങ് കൂടിയായിരുന്നു. നല്ല രസമുള്ളൊരു വർക്കായിരുന്നു. ഇത് ഞാനൊരു യൂട്യൂബ് കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്തില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ആയിട്ട് വിട്ടുള്ളൂ. മൈ ഫേവറേറ്റ് എന്നൊരു വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അപ്പുറം ദുൽഖറിനെ ചെയ്തായിരുന്നു. പക്ഷേ ദുൽഖറിനെ സമയം കഴിഞ്ഞപ്പോൾ അടുത്ത ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി കളഞ്ഞു. അടുത്ത കാണിച്ചത് സൂര്യനെ ചെയ്താ മനസ്സിലായ പടം പൊട്ടി പൊളിഞ്ഞു പോയി. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൂഡില്ലാണ്ടായി പോയതാണ്. ഇതിൻ്റെ പുറകിലായിരുന്നു ദുൽഖർ ഇരുന്നത്, ദുൽഖറിനെ വരച്ചത്. പക്ഷേ ദുൽഖറിനെ മാച്ചിട്ടാണ് ഈ മഞ്ഞ കാണുന്ന പുള്ളിയുടെ വരച്ചേക്കണായിരുന്നു. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം, വേറെ ഒന്നോടെ വരച്ച് സെറ്റ് ചെയ്ത് കളന്നു. അത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ റീൽ ഷോർട്സ് ഇടാൻ വേണ്ടി മാത്രം ചെയ്തൊരു വർക്കായിരുന്നു ഇത്. വാൾ പെയിൻറ്റിങ് വർക്കായിരുന്നു ഇത്. എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു മാക്കാച്ചിക്കടയായിരുന്നു. ഇവിടെ നിറച്ച് പുല്ല് കയറിയായിരുന്നു കേട്ടോ. ആ മൂങ്ങ ചെയ്ത കൂട്ടത്തിൽ തന്നെ ചെയ്തൊരു വർക്കും കൂടെയായിരുന്നു ഇത്. സിമെൻറ്റിൽ തന്നെ ചെയ്തൊരു വർക്കായിരുന്നു. പാവം
എന്നും ഇങ്ങനെ ഇരിക്കാനാണ് യോഗം. ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്, അത് വേറെ കാര്യം. അങ്ങനെ ഈ വർഷത്തേലെ അവസാനത്തെ പുൽക്കൂടാണിത്. അത് അടുത്ത ദിവസത്തിൽ നമ്മൾ മാറ്റും. ഡിസംബറായി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി, പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന, ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ഡിസംബർ മാസത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം കൂടെയാണ്. ഇപ്പോഴാണ് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അത് വിപുലമായിട്ട് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്, ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയത്. വർക്കുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. ആളുകളിലോട്ട് നമ്മൾ സാധനം എത്തിക്കുമ്പോൾ കുറച്ച് നന്നായിട്ടിരിക്കണ്ടേ, അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയ സംഭവമാണ് ഇതൊക്കെ. ഇപ്പോൾ അടുത്ത ദിവസത്തിനുള്ളിൽ നമ്മൾ പൊളിച്ച് പള്ളയെ കളയും. പുറത്തിരിക്കുന്നതല്ല, അകത്തുള്ള ഒരു വർക്കാണ്. മമ്മിയുടെ ഒരു നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. പുള്ളിക്കാരിക്ക് ഒരു ചെറിയ സ്മോൾ അൽത്താര എന്നുള്ള സാധനം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നി വളരെ സിമ്പിളായിട്ട് തടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇത് കഴിഞ്ഞ വർഷം ചെയ്ത വർക്കുകളിലൊന്നും കേട്ടോ, ഇത് ഈ പ്രാവശ്യം ചെയ്തതാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെടുത്തൊരു സാധനമാണ്. പണിയുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്തെടുത്ത ഒരു അൾത്താരയാണിത്. അൾത്താര എന്നുള്ള ചെറിയൊരു രൂപക്കൂട് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബൃഹത്തായ പരിപാടിയല്ല. അടുത്തത് ഇതൊരു മിറർ സെറ്റ് ചെയ്തതാണ്. സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരുന്നൊരു യേശുക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലെടുത്ത് മാറ്റി കൊടുത്തിട്ട് അത് മാറ്റി, കാരണം മുഴുവൻ ചതിൽ കയറിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്ന രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കണ്ണാടി ആയിരുന്നു. അപ്പോൾ ആ കണ്ണാടിക്ക് വരെ നമ്മൾ പുതിയൊരു കണ്ണാടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലുള്ള പഴയ രൂപങ്ങൾ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കണ്ണാടിയാക്കാം, വേറെ ഇത് ചെയ്യാം. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് പണിയെടുത്താൽ മാത്രം മതി. ചെറിയ പണി നമ്മളൊന്ന് ചെറിയ കഷ്ടപ്പാടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീണ്ടും നമുക്ക് ഇതെടുക്കാൻ പറ്റും. നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പഴയ പെർഫെക്ഷൻ ഉണ്ടാകും സാധനത്തിന്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുത്തൊരു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതെല്ലാം ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ പറ്റിയ നേരമൊക്കെ കയറി കാണുക എങ്ങനെ ചെയ്തേക്കണം എന്നുള്ള സാധനം. അപ്പം എൻ്റെ റൂമിൽ ഇനി പറഞ്ഞോടെ ഇരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേബിളാണ് ഇത്, ഞാൻ തന്നെ വെൽഡ് ചെയ്ത്. ഇതും റീസൈക്ലിങ് പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മളിത് വെൽഡ് ചെയ്ത് സെറ്റപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വെൽഡ് ചെയ്തൊരു ഇത് നമ്മൾ മൂവബിൾ ആയിട്ടുള്ള ഒരു ചെയറാണ്. ഇത് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ പഴയൊരു വാതിലായിരുന്നു. വാതിൽ പെയിൻ്റ് അടിച്ചെടുത്തു. അത്യാവശ്യം ഞാനിത് മൂവബിൾ ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അടിക്കണമെങ്കിൽ സാധനം എടുത്ത് മാറ്റണം, അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കും. ഇതാണ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ വർക്ക് നടക്കുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂവ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ സെറ്റപ്പിന് വേണ്ടി നമ്മൾ ചെയ്തൊരു ടേബിളാണ്. ഞാൻ ഇനി ഇതുപോലത്തെ വർക്കുകൾ ഈ പ്രാവശ്യം ചെയ്യുന്നുണ്ട്, നമുക്ക് വഴിയെ കാണാം. ഇനി ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇത് നമ്മളൊരു ഫോൺ വെക്കാൻ പാകത്തിന് സെറ്റപ്പ് ചെയ്തുണ്ടാക്കിയതാണ്. കണ്ടാ, ഇത് നമ്മളിതുപോലെ ചെയ്തതാണ്. ചിരട്ട കൊണ്ട് ഭയങ്കര നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പാകത്തിന് ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. പിന്നെ ഇതുപോലത്തെ 2-3 ഐറ്റം മേടിച്ചപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. നമുക്കിത് കാണണമെങ്കിൽ എളുപ്പത്തിനൊക്കെ വെക്കാൻ പാകത്തിന് ഇതാണ്. മൊബൈൽ ഹോൾഡറാണ്, ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ്. പോകത്തില്ല, ചിരട്ട നല്ല ക്വാളിറ്റി കേട്ടോ. നമ്മൾ ചെയ്തെടുത്തിട്ടൊന്ന്, ഇതൊക്കെ ചുമ്മാ സിമ്പിൾ പരിപാടികളാണ്, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കട്ട് ചെയ്തെടുത്ത് പോളിഷ് അടിക്കാനുള്ള സാധനങ്ങളാണ്. ഇതങ്ങനെ ഇതൊരു വർക്കാണ്. അങ്ങനെ നമ്മൾ ചെയ്ത ചാനലിന് വേണ്ടി മൊത്തത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ആവശ്യത്തിനായിട്ട് ചെയ്ത ഒരു വലിയൊരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ കരികിൽ കയറിയിട്ട് 4 വീഡിയോ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പേൾ ഗ്രാസ് സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് അത്. നല്ല ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വർക്കുകളിലൊന്നാണിത്. അപ്പോൾ ഇനിയിപ്പം റീസെൻ്റ് നമ്മളിപ്പോൾ ഇനിയിപ്പം ഇവിടെ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വഴിയെ കാണാം എന്താ ചെയ്യാൻ പോകണമെന്നുള്ള സാധനം. ഒരു സിമെൻറ്റ് സ്കൾപ്ചർ ചെയ്യാൻ കൊണ്ടായിരിക്കുന്നത്. അത്യാവശ്യം ഫിനിഷ്ഡ് ആയിട്ടൊരു സിമെൻറ്റ് സ്കൾപ്ചർ ഒരു വലിയ ആഗ്രഹമായിരുന്നു. വീടിൻ്റെ ഫ്രണ്ടിലൊരു വലിയൊരു സ്കൾപ്ചർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു പെർമനൻ്റ് ഫിക്സഡ് ആയിട്ടൊരു ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത പരിപാടികൾ അതിൻ്റെ അകത്തേക്കാണ് പോകണേ. വലിയ വലിയ വർക്കുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങൾ. ഈ വർഷത്തെ ആർട്ട് വർക്കും കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ സംഭവിച്ച കുറേ അധികം വർക്കുകളുണ്ട്. എന്നാൽ അത്ര നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എത്താത്ത വർക്കുകളുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇട്ട വർക്കുകളിലാണ് നമുക്ക് കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളത്, വ്യൂ കിട്ടിയിട്ടൊക്കെ ഉള്ളത്. എല്ലാവർക്കും സന്തോഷം. കാരണം ഈ വർഷം നമ്മുടെ ചാനൽ കണ്ട, നമ്മുടെ വർക്ക് കണ്ട എല്ലാവരും ആസ്വദിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി അടുത്ത വർഷം നല്ല രീതിയിൽ വരണം എന്നുള്ള, ഇനി വരാൻ പോകുന്നവർക്കും ഈ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു പോയി. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്കും.
അപ്പോൾ ശരി, അടുത്ത വർഷം കാണാം.